വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ ഹലോ. ആരിഫ് ഹുസൈൻ അല്ല? പറയൂ. അതെന്താ അയാള് കട്ടാക്കി പോയി? അത് അയാളോട് ചോദിക്കണം. സംഭവം ഭയങ്കര സാമർത്ഥ്യം നിങ്ങൾക്ക്. പിന്നല്ലാതെ നിങ്ങൾ വിളിച്ച കാര്യം പറയൂ. അയാളുടെ കാര്യം അയാൾക്ക് വിടും. അതെ, സ്ക്രീനിൽ കാണാലോ, വായിച്ചൂടെ? പറഞ്ഞല്ലോ. എത്രയെന്ന്? എത്ര വയസ്സിലാ കെട്ടിയത്? നിങ്ങൾ 6 പറഞ്ഞു. ഞാൻ 6 എന്നല്ലല്ലോ പറഞ്ഞത്. കെട്ടിയത് 6ഉം പൂശിയത് 9 എന്നാ ഞാൻ പറഞ്ഞത്. പൂശുക. നിങ്ങൾക്ക് അറിയില്ലേ? എന്നാ അതേ വായിച്ചോ. The prophet married her when she was 6 years old and he consummated his marriage when she was 9 years old. എന്താ അതിന്റെ അർത്ഥം? എന്താ ഞാൻ പറഞ്ഞേ? ഞാൻ അതെല്ലാം എന്താ ഞാൻ പറഞ്ഞു കോയ? പറയൂ. പറ്റി എന്താ ആവശ്യമുള്ളത്? എന്താ അതിന്റെ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന അള്ളാഹു അക്ബർ എന്ന് പറയുന്ന നാട്ടുകാർ ഓടുന്ന രീതിയിലേക്ക് ഈ പേപ്പട്ടി മതമായി മാറിയത് തന്നെ. ഒരു മിനിറ്റ്, ഒരു മതവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പൈതൃകല്ല. അപ്പൊ ഹിന്ദു മതം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ മതം ആയിക്കോട്ടെ, ഏത് മതത്തിലോ മതത്തിൻ്റെതായ വിശ്വാസങ്ങളില്ലേ? ഞാനൊരു ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാം. വിഷ്വൽ കേൾപ്പിക്കാനുള്ള ഒരു അവസ്ഥ വിടില്ല, കാരണം അത് കാണിച്ച വീഡിയോ നമ്മുടെ ചാനലിന് പ്രശ്നമാണ്. അപ്പം ഞാനിവിടെ ഒരു സാധനം കേൾപ്പിക്കാം. നിങ്ങളിത് എവിടുത്തെയാണെന്നൊന്ന് പറയൂ. കേൾക്കണ്ടോ? എന്താ അത്? ഇത് എവിടെയത്? അറിയില്ല. എവിടെയായിരിക്കും? ഒന്ന് ഊഹിച്ചാട്ടെ. കേരളത്തിലാണോ? ഇതെവിടെയാ? ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ചോദ്യമാണ്. ഇതിന് നിങ്ങൾ ഉത്തരം പറയാം. അതെ, ഈ തക്ബീർ വിളി എന്തിന്റെ മുന്നോടിയായിട്ടാണ് ഇവിടെ വിളിക്കുന്നത്? കോഴിയെ ഇറക്കുന്നതിന് മുന്നേ, പോത്തിനെ ഇറക്കുന്നതിന് മുന്നേ, പന്നിയെ ഇറക്കുന്നതിന് മുന്നേ, അത് ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ സിറിയയിൽ വെടിവെച്ചിടുന്നതിന് മുന്നേ, ഏതിനു മുന്നേ ഉള്ളതാണത്? ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. പറയൂ, ഉത്തരം പറയൂ. നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം ആദ്യം, നിങ്ങൾ ചോദിച്ചതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ആദ്യം പറയാം. ഇപ്പോൾ നിങ്ങൾ കേട്ട അള്ളാഹു അക്ബർ വിളിക്കപ്പെട്ടത് ഏതിന്റെ മുന്നിലാണ്? ഓപ്ഷൻ 1 കോഴി ഇറക്കുന്നതിന് മുന്നേ, ഓപ്ഷൻ 2 പോത്തിനെ ഇറക്കുന്നതിന് മുന്നേ, ഓപ്ഷൻ 3 പന്നിയെ ഇറക്കുന്നതിന് മുന്നേ, ഓപ്ഷൻ 4 ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ സിറിയയിൽ വെടിവെച്ച് കൊല്ലുന്നതിന് മുന്നേ. ഏതാണ് അതിന്റെ ഉത്തരം? പറയൂ. പറയൂ, നിങ്ങൾ ഉത്തരം പറയൂ, എന്നിട്ട് മുന്നോട്ട്. 1 മിനിറ്റ് ഇല്ല, 30 സെക്കൻഡേ ഉള്ളൂ. ഉത്തരം പറയൂ. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കണമെന്ന് ചോദിച്ചല്ലോ, അതിനുള്ള ബാക്കിയാണ് ഞാൻ ഈ പറയണത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ, നിങ്ങൾ ഇന്റഗ്രിറ്റി ഉള്ള ഒരു യഥാർത്ഥ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ഉത്തരം പറയും. ഇത് ഈ പറയുന്ന അള്ളാഹു അക്ബർ വിളിച്ച് ഇതേപോലെ ആളുകളെ കൊന്നത് എവിടെയാണ്? ഇത് ഏതിന്റെ മുന്നേ വിളിച്ച തക്ബീറാണ് നിങ്ങൾ കേട്ടത്? നിങ്ങൾ പറയൂ. എവിടെയാണെന്ന് പറയൂ. കോഴിയെ ഇറക്കുന്നതിന് മുന്നേ ഓപ്ഷൻ 1, പോത്തിനെ ഇറക്കുന്നതിന് മുന്നേ ഓപ്ഷൻ 2, പന്നി ഇറക്കുന്നതിന് മുന്നേ ഓപ്ഷൻ 3, ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ സിറിയയിൽ ഇതുപോലെ വെടിവെച്ച് വംശഹത്യ നടത്തുന്നതിന് മുന്നേ. ഏതാണ് ശരി ഉത്തരം? അപ്പൊ ഇത് മാത്രം എടുത്തിട്ടാണോ ഇസ്ലാമിനെ? നിങ്ങളിപ്പോ കുറെ നാൾ ഇവിടെ സേവ് ഗാഷ എന്ന് പറഞ്ഞ് നടന്നല്ലോ, ഷേവ് ഗാഷ എന്ന് പറഞ്ഞ് കുറെ നടന്നതല്ലേ. ഇനി ഞാൻ കുറച്ച് ഷേവ് ഡ്രൂസ് പറയട്ടെ കോയ, നിങ്ങളൊന്ന് ക്ഷമിക്ക്. നിങ്ങൾ ഉത്തരം ഉണ്ടെങ്കിൽ പറയും. ഇതന്നെയാണ് ഒരാള് പറഞ്ഞത്. അതായത് നിങ്ങൾ 4 ഓപ്ഷൻ ഇടും. ഞാൻ ഓപ്ഷൻ 4 തരാൻ പറ്റുള്ളൂ. നിങ്ങൾ 4 കെട്ടുന്ന ആളുകളല്ലേ. ഇസ്ലാമിലെല്ലാം 4 ആണല്ലോ ഓപ്ഷൻ. അപ്പൊ തൽക്കാലം 4 ഓപ്ഷൻ തരാൻ എനിക്കും സൗകര്യമുള്ളൂ. നിങ്ങൾ സൗകര്യം ഉത്തരം പറയും. എനിക്ക് സൗകര്യം ഉണ്ടാവും. ഇവിടെ വിളിച്ചു കഴിയുമ്പോൾ എന്റെ സൗകര്യത്തിന് പറ്റുമെങ്കിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. 4 തരാൻ എനിക്ക് സൗകര്യമുള്ളൂ. നിങ്ങൾക്ക് 4 കെട്ടാനുള്ള സൗകര്യം ഉള്ളതുപോലെ എനിക്ക് നിങ്ങൾക്ക് 4 ഓപ്ഷൻ തരാനുള്ള സൗകര്യമേ ഉള്ളൂ. എന്താണ് എനിക്ക് കിട്ടാനുള്ള പണി? നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ? പടച്ചോൻ ഒലത്തും, പടച്ചോൻ പുളുത്തും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്.
ഏതായാലും എന്നാ നിങ്ങൾ കേട്ടോ, മുഹമ്മദ് നബി എങ്ങനെ ചത്തത് എന്നൊന്ന് പറയോ? ചത്തതോ? ആ, ഞാൻ അംഗീകരിക്കില്ല ചത്തെന്നുള്ളത്. മുഹമ്മദ് നബി എങ്ങനെ ചത്തെന്ന് പറയും? അല്ല, എന്റെ വീട്ടിലെ പൂച്ച ചത്ത അംഗീകരിക്കും. മുഹമ്മദ് അള്ളാന്റെ റസൂല് ചത്തെന്ന് എനിക്ക് അന്ന് എങ്ങനെ ചത്തെന്ന് പറയൂ? അറിയില്ല. ചത്തിട്ട് എത്ര ദിവസം കിടന്ന് പുഴുത്തു എന്ന് പറയൂ? നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് വളരെ മോശമായ അന്ത്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മുഹമ്മദ് നബിയുടെ അന്ത്യമൊന്നും എനിക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. മുഹമ്മദ് നബി അവിടെ ചത്ത് കിടന്നിട്ട് 3 ദിവസം കിടന്ന് പുഴുവരിച്ചു. അത് നിങ്ങൾക്കറിയോ? കട്ട് ചെയ്ത് ഓടിയിട്ടുണ്ട് കേട്ടോ ആള്, പോട്ടെ. അത് 3 ദിവസം കിടന്ന് പുഴുത്തരിച്ചിട്ടാണ് അവിടെ കിടന്നത്. അതായത് ഞാൻ എപ്പോഴും എന്നെ ഈ മതം വിടാൻ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണിത്. അതായത് നമ്മളിവിടെ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ ഇവിടെ വികാരം കൊണ്ട് ജോസഫ് മാഷ കൈയും കാലും വെട്ടാൻ നടന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് 1400 വർഷം മുന്നേ ജീവിച്ചിരുന്ന ഒരാളെയാണ് നമ്മളിവിടെ വലിയ സംഭവമായിട്ട് കണ്ടിട്ട് അയാൾക്കും വേണ്ടി വാളെടുക്കാനും ബോംബ് എറിയാനും ഒക്കെ നമ്മൾ നടക്കുന്നത്. അതേസമയം ഈ മുഹമ്മദ് നബിയോടൊപ്പം ജീവിച്ചിരുന്ന ഈ ഖലീഫമാർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഖുലഫാ ഉർ റാഷിദീൻ എന്നൊക്കെ വിളിക്കുന്ന ഈ ടീംസ് ഇവരെന്താ ചെയ്തത്? ഇവർ ഈ മുഹമ്മദ് നബി അവിടെ ചത്ത് കിടക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഇപ്പോൾ അതെ VS അച്യുതാനന്ദൻ കഴിഞ്ഞ ദിവസം മരിച്ചു. ഒരു BJP കാരനെ സംബന്ധിച്ചിടത്തായാലും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ആയാലും അവരുടെ വലിയ രാഷ്ട്രീയ എതിരാളിയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് VS അവിടെ മരിച്ച് കിടക്കട്ടെ, ഒരു 10 ദിവസം അവിടെ കിടക്കട്ടെ എന്നാരും വിചാരിക്കില്ല. അവരും ഈ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്നു, അതിന് അനുശോചനം രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ഒരു ശവടക്ക് അവിടെ നടത്തി അവരോടുള്ള ബഹുമാനം കാണിച്ച് അത് എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കുക. കേരളം മുഴുവൻ ഒരു ദിവസം ഒരു അവധിയായിട്ട് നമ്മൾ കാണുന്നു. ഇതൊക്കെയല്ലേ നമ്മളിവിടെ കണ്ടത്. എന്നാൽ ഈ 1400 വർഷം മുന്നേ മുഹമ്മദ് നബി എന്ന് പറയുന്ന ആള് കൂടെ നടന്നിരുന്ന ഈ പറയുന്ന ആളുകൾ എന്താണ് അവർ ചെയ്തത്? ഈ ചത്ത് കിടക്കുന്ന സമയത്ത് അവിടെ അവർ അധികാര തർക്കത്തിലായിരുന്നു, അടുത്ത ഖലീഫ ആരാകുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ പേരിലുള്ള തർക്കത്തിൻ്റെ ഇടയിൽ 3 ദിവസം അവിടെ കിടന്ന് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതൊരു പ്രവാചകനാണ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതും സ്വന്തം ഈ പറയുന്ന കൂടെ നടന്ന് നമ്മൾ ഇന്ന് കൊല്ലാനും വെട്ടാനും ഒക്കെ നടക്കുന്ന തരം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളായിട്ട് ഉള്ളപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യുമായിരുന്നോ എന്നൊരു ചിന്ത, ഇതാണ് എനിക്കന്ന് വന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ അമിതമായ ഗ്ലോറിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ മതത്തിൽ കാണാനുള്ളത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഈ സാധനത്തിൽ നിന്നത് സുലാൻ ബൈ ബൈ പറഞ്ഞിട്ട് ഖത്തം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അവിടെ ഒരു വിഷം കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിനെ തുടർന്നാണ് ഈ പറയുന്ന മുഹമ്മദ് നബി ചാവുന്ന അവസ്ഥ ഉണ്ടായത്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ ഒരു സ്വാഭാവിക മരണം, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചതോ അതല്ലെങ്കിൽ തലയിൽ തേങ്ങ അവിടെ ഇല്ലല്ലോ, അല്ല ഈത്തപ്പഴം വീണിട്ട് മരിച്ചതൊന്നുമല്ല. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ വിഷം തീണ്ടി മരിക്കുന്ന ഒരവസ്ഥ, അതൊരു പ്രവാചകന്. എന്നിട്ടും പോലും മരിക്കുമ്പോൾ അവിടെ തിരിഞ്ഞു നോക്കാതെ കിടക്കേണ്ടി വരുന്നൊരവസ്ഥ, എന്നിട്ട് അവസാനം അവിടെ കിടന്നോടത്ത് തന്നെ കുഴി കുത്തി മാന്തി അവിടെ കുഴിച്ചു മൂടേണ്ട ഒരു അവസ്ഥ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് മോശമായൊരു മരണമൊന്നും എനിക്ക് വരാനില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഞാനിവിടെ എവിടെയും ചത്ത് കിടന്നാൽ തന്നെ കുഴിച്ചിടാൻ ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് എന്നതും കൂടി നിങ്ങളുടെ ഈ പറയുന്ന 1400 വർഷം മുന്നേ ഉള്ള മുഹമ്മദ് നബിയുടെ കൂടെ നടന്നിരുന്ന ആളുകൾക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള അതിനേക്കാൾ മുന്തിയ മാനവിക ബോധവും മനുഷ്യ സ്നേഹവും കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചാവുമ്പോൾ ഉള്ള കഥയൊക്കെ പറഞ്ഞ് മരിക്കുന്നത് മോശം മരണം എന്നൊക്കെ പറഞ്ഞ് മരിക്കാൻ മുഹമ്മദ് നബീനേക്കാൾ മോശം മരണം എനിക്കൊരിക്കലും വരില്ല എന്ന് ഞാനിവിടെ എഴുതി ഒപ്പിട്ട് തരാം എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും കോയമാരുടെ നിലവിളികൾ തുടരുന്നതായിരിക്കും. ഓക്കെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.